ശബരി MVT സെൻട്രൽ UP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. വിദ്യാലയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രൗഢമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക പഠന സാങ്കേതിക വിദ്യകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിദ്യാലയമാണ് പുലാപ്പറ്റ ശബരി MVT സെൻട്രൽ UP സ്കൂൾ. നിരക്ഷരത നിത്യദുരിതമായി കണ്ടിരുന്ന ഒരു നാടിൻ്റെ മോചനത്തിനായി 1933 മാനവിക്രമൻ തമ്പാൻ എന്ന വലിയ മനുഷ്യൻ രൂപം കൊടുത്തതാണ് ഈ വിദ്യാലയം. പുലാപ്പറ്റ എന്ന ഗ്രാമത്തിന് ചുറ്റുപാടുമുള്ള എലുമ്പിലാശ്ശേരി, കല്ലടിക്കോട്, പെരുങ്ങോട്, പാറശ്ശേരി, തൃപ്പലമുണ്ട തുടങ്ങിയ പ്രദേശങ്ങൾക്കെല്ലാം ഏകദേശം നടുവിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അന്ന് ഈ വിദ്യാലയത്തിന് സെൻട്രൽ UP സ്കൂൾ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. ആദ്യമായി 1933 മുമ്പ് പുലാപ്പറ്റ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിളയനാട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ നേതൃത്വത്തിൽ 1, 2, 3 ക്ലാസുകളിലായി ഒരു വിദ്യാലയം നടത്തിയിരുന്നു. പിന്നീട് 1933 മാനവിക്രമൻ തമ്പാൻ എന്ന മഹാനുഭാവൻ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ലഭിച്ച ഉയർന്ന ഉദ്യോഗമായിരുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ പദവി ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാടിന് മോചനത്തിന് സാക്ഷരതയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും അക്ഷരത്തിരി തെളിയിക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലുള്ള ആ ക്ലാസുകൾ ഈ വിദ്യാലയത്തിൽ ലയിക്കുകയും സെൻട്രൽ ഹയർ എലിമെൻ്ററി സ്കൂൾ എന്ന പേരിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ വിദ്യാലയത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള പ്രശസ്തരായ ഒരുപാട് വ്യക്തികൾ ഈ വിദ്യാലയത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് ജീവിതത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടന്നു കയറിയവരാണ്. 2010 കേരളത്തിലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വിദ്യാലയം ഏറ്റെടുക്കുകയും വളരെ മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗ്രാമത്തിലെ വിദ്യാർത്ഥികളുടെ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയുമാണ് ഉണ്ടായത്. ഇന്ന് ഈ വിദ്യാലയം ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ മികച്ച സൗകര്യങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അധ്യാപകരും അനധ്യാപകരുമായി 40-ലധികം ജീവനക്കാർ ഇന്ന് ഈ വിദ്യാലയത്തിനുണ്ട്. വളരെ സുസജ്ജമായ ശക്തമായ ഒരു അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ പിന്തുണയും ഞങ്ങളുടെ ഈ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം കരുത്തു നൽകുന്ന വസ്തുതയുമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും വളരെ വൈകാരികമായ ഒരടുപ്പമാണ് ഈ സരസ്വതി ക്ഷേത്രത്തിനോട് കാണിക്കുന്നത് എന്ന കാര്യവും ഞങ്ങൾക്ക് വളരെയേറെ പിന്തുണയും കരുത്തും നൽകുന്ന വസ്തുതയാണ്. അങ്ങനെ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ, അതുപോലെ രക്ഷിതാക്കൾ, അധ്യാപകരായ സഹപ്രവർത്തകർ തുടങ്ങിയവരുടെ എല്ലാം പിന്തുണയിൽ ഈ വിദ്യാലയം ഇന്ന് 500-ലധികം കുട്ടികളുമായി എല്ലാവിധ നൂതന സാങ്കേതിക വിദ്യകളും ഉൾവഹിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. ഇവിടെ ഈ വിദ്യാലയത്തിലെ വിശാലമായ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു UP സ്കൂളിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട ഒരു വായനശാല നമ്മുടെ ഈ വിദ്യാലയത്തിന് സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കുട്ടികൾ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലൂടെ നല്ല രീതിയിൽ സഞ്ചരിക്കുകയും കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സമീപകാല ചരിത്രവും നമ്മൾക്ക് പറയാൻ. മുതിർന്ന തലമുറയിൽപ്പെട്ട പ്രശസ്ത സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മാഷ്, നാടകാചാര്യൻ കാളിദാസ് പുതുമന തുടങ്ങി ഇങ്ങേ തലമുറയിലെ മലയാളത്തിലെ പുതിയ എഴുത്തു വാഗ്ദാനമായ പുണ്യ CR വരെ ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്തായി നിലകൊള്ളുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി മനുഷ്യർ ഈ അക്ഷരമുത്തശ്ശിയുടെ ലാളനകളേറ്റ് വളർന്നു വന്നവരായുണ്ട്. അതിൽ സൽഗുണസമ്പന്നരായ സാധാരണക്കാർ മുതൽ
കലാ, കായിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിലെല്ലാം അതുല്യ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ വരെയുണ്ട്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഏത് രംഗത്ത് വ്യാപരിക്കുന്നവരായാലും മുതിർന്നവരും പുതിയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം അവനവൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ, അവനവൻ്റെ തൊഴിലിൽ, പ്രവൃത്തിയിൽ, ആകെക്കൂടി പറഞ്ഞാൽ ജീവിതത്തിൽ തികഞ്ഞ അച്ചടക്കവും ആത്മാർത്ഥതയും സത്യസന്ധതയും മൂല്യബോധവും പുലർത്തുന്നവരായി ആണ് എന്നതാണ്. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ 95 വയസ്സുള്ള ഈ വിദ്യാലയത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യകാല വളർച്ചയിൽ ത്യാഗസമ്പന്നമായ നിലപാടുകളുമായി പ്രവർത്തിച്ച പൂർവസൂരികളായ ഒരുപാട് പേരെ സ്മരിക്കാനുണ്ട്. സ്വന്തം ജീവിതത്തെ പോലെ ഈ വിദ്യാലയത്തെ കരുതി പരിപാലിച്ചിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ മാനേജരും അധ്യാപകനും ഹെഡ് മാസ്റ്ററും ഒക്കെയായിരുന്ന ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന ബാലൻ തമ്പാൻ മാഷ്, അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന സന്തത സഹചാരിയായിരുന്ന രാമഗുപ്തൻ മാഷ്, അവരവരുടേതായ കാലഘട്ടത്തിൽ മികച്ച രീതിയിൽ തന്നെ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചിരുന്ന പ്രധാനാധ്യാപകർ, അധ്യാപകര്, മറ്റു ജീവനക്കാര്, എന്നും പിന്തുണ നൽകിയിരുന്ന PTA കമ്മിറ്റികൾ, അതിന് നേതൃത്വം നൽകിയിരുന്ന PTA പ്രസിഡന്റുമാര്, നാട്ടുകാര്, പൂർവ്വ വിദ്യാർത്ഥികള്, കൈമാറ്റം ചെയ്തതിനു ശേഷം വിദ്യാലയത്തെ ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാനേജ്മെന്റ്, ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയവരുടെയൊക്കെ പങ്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നിസ്തുലം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ അധ്യാപകനായിരുന്ന അംബികാചരൻ തമ്പാൻ ജോലി രാജിവെക്കുകയും സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ചുള്ള വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ വരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നഴ്സറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് 2 വാക്ക് പറയാതെ വയ്യ. അറിവാണ് സമ്പത്ത്. സാമ്പത്തിക പരാധീനതകൾ ഒന്നിനും ഒരു തടസ്സമായി കൂടാ. പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനത്തിന് ഒരു തരത്തിലും തടസ്സമായിക്കൂടാ എന്ന ആപ്തവാക്യമായി സ്വീകരിച്ചിട്ടുള്ള ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് സൗകര്യങ്ങളാണ് നഴ്സറി കുട്ടികളുടെ, കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസത്തിനായി ഒരുക്കിയിട്ടുള്ളത്. 2000-ലധികം രൂപ വില വരുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അവരുടെ യൂണിഫോം, മറ്റ് പഠന വസ്തുക്കൾ, ബാഗ്, കുട, അതുപോലുള്ള നോട്ട് ബുക്കുകൾ എല്ലാം തീർത്തും സൗജന്യമാണ്. അതുപോലെ തന്നെ അവരുടെ യാത്രയ്ക്ക് വരുന്ന ചെലവുകളും ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യം. അങ്ങനെ എല്ലാ തരത്തിലും ചെറിയ കുട്ടികൾക്ക് പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും പഠിക്കുകയാണ് എന്ന തോന്നൽ ഉളവാക്കാതെ അവരുടെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട്, അവരുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ വിദ്യാലയത്തിൽ നിലനിൽക്കുന്നത്. തീർച്ചയായും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് 1-ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് എല്ലാ തരത്തിലും അവരുടെ ആരോഗ്യവും മനസ്സും എല്ലാം വളരെ സമ്പുഷ്ടമായി മാക്കി തീർക്കുന്ന തരത്തിൽ ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചന്തമേറിയ പൂവിലും സബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാല